ഹലോ, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന്. അപ്പം നമ്മൾ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് യൂസാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇത് യൂസാക്കാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടോ, കുപ്പിയിൽ ഇത് തീർന്ന് കണ്ടോ, ഫൈനൽ ഇതാ ഇനി ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് ഞാൻ ഫിനിഷ് ആക്കാൻ പോവുകയാണ്. അപ്പം ഇതുവരെയുള്ള ഞാൻ യൂസാക്കിയതിൽ വെച്ചിട്ട് എൻ്റെ ഹെയറിനുണ്ടായ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് യൂസാക്കുന്നുണ്ടായിരുന്നു. ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് ഇപ്പം കണ്ടോ തീരാറായി. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒരു തീർത്തോണ്ടുള്ളൊരു വീഡിയോയും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഒരു ഇതൊക്കെ അതേ ശ്രീജ കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. നല്ല ഗ്രോത്ത് ഉണ്ട്, നല്ല ഗ്ലൈസിങ് ഉണ്ട്, ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു ഒതുങ്ങി നന്നായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതാ ഈ സംഭവം കൂടെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് നോക്കാം. അതെ, ഇത് ഇങ്ങനെ കുറേ മുടിയൊക്കെ ഇരിക്കുന്നത് അതെൻ്റെതാ. എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. തന്നെ മുടി കൊഴിച്ചിട്ട് കുറഞ്ഞല്ലേ? ഞാനും ഒരെണ്ണം ട്രൈ ചെയ്യാം. താൻ ഉപയോഗിച്ചിട്ട് കംഫർട്ട് നല്ലതാണെങ്കിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. കണ്ടോ, ഇതുപോലെ പ്ലസ്സി ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. കണ്ടോ, നല്ല രസമില്ല കാണാനായിട്ട്. ജെല്ലി ഫിഷിനെ പോലെ ഉണ്ടല്ലേ. ഓക്കെ, മേടിച്ചിടോ. കണ്ടോ, ഇത് നമ്മുടെ ജെല്ലി ഫിഷ് പോലെ ഉണ്ട്. ഇതിങ്ങനെ സൂമാക്കി കാണിച്ചാടി. കണ്ടോ, ഹായ് താഴെ പോയി. നമുക്ക് തലയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു തണുപ്പും കൂടെ കിട്ടുക. കണ്ടോ, ഒഴിച്ചു തരാം. ഇതിങ്ങനെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു തണുപ്പും കൂടെ നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ഫ്രഷ്നെസ്സാണ് ഇത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഷാമ്പൂ ഒക്കെ യൂസാക്കാനായിട്ടൊക്കെ ഭയങ്കര ഇത് നല്ലതായിരിക്കും. കാരണം ചിലർക്കൊക്കെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും തലവേദന. എനിക്ക് തലവേദന എടുക്കും ഷാമ്പൂ ഒക്കെ അധികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ അങ്ങനെ ഷാമ്പൂ വളരെ റെയറായിട്ടാണ് ഞാൻ യൂസാക്കാറുള്ളൂ. അഥവാ യൂസാക്കിയാൽ അപ്പം തന്നെ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കഴുകി അങ്ങ് കളയും. ഓക്കെ, ഒരു ഭംഗി നോക്കിയത് വീഴുന്നതിൻ്റെ. കാണിച്ചടി, സുമാക്കി കാണിച്ചടി. ഹെയറിൽ അതിങ്ങനെ ഇത്ര ഭംഗിയായിട്ടാണ് വീഴുന്നതെന്ന്. ഇത് തലയിൽ ഇടുമ്പോൾ തന്നെ മനസ്സിലാവും മുടി എത്ര സോഫ്റ്റ് ആകുന്നുണ്ടെന്ന്. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഹെയർ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുണിക്കിട്ടത് ഇവിടെ ഇങ്ങനെ കളിക്കുന്നു. വായിൽ ഉപ്പുമങ്ങായിരുന്നുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞാടി ബോട്ടിൽ കഴിഞ്ഞു. വെയിറ്റ്. തീർന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ജലദോഷം പിടിച്ച പോലെ ഇച്ചിരിച്ചിരി എന്നാൽ തീർന്നു. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, നമുക്ക് എണ്ണയോ വല്ലതും ചോദിച്ചോ. ഇത് മതി, കഴിഞ്ഞത് കോട്ട കഴിഞ്ഞതില്ല. മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ ശ്രുതി. പൂക്കളൊക്കെ പിടിച്ച് ഇപ്പോൾ ഓണത്തിന് സമയമാകുമ്പോൾ ഉണ്ടായാൽ മതി. അത്തവിടെ കടയിൽ നിന്ന് മേടിക്കണ്ടല്ലോ. മുടി കാണിക്കും, മുടി പാവാടയും കാലിൻ്റെ കാണിക്കണ്ട. കെട്ടി വെച്ചോ.
അപ്പം നമ്മുടെ ഹെയറിൽ ഫുള്ള് ഞാൻ ഫ്ലാക്സ് സീഡ് ജെല്ല് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഫുള്ള് ഒരു ബോട്ടിൽ യൂസാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ ഹെയറിൻ്റെ അവസ്ഥയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രോത്ത് വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. നേരത്തെ വീഡിയോ കൂടെ ഫസ്റ്റ് ഇത് യൂസ് ചെയ്തപ്പോൾ ഉള്ള വീഡിയോ കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കുമല്ലേ നല്ലത്. നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും. ഹെയറിൽ കുറച്ച് അധികം മാറ്റം വന്നതായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. കാരണം ലെങ്തിനേക്കാളും കൂടുതൽ ഫ്രിസ് കൺട്രോളാണ് എനിക്ക് ഫീൽ ആയത്. ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു എൻ്റെത്. അതായത് പെട്ടെന്ന് പറക്കും. എനിക്ക് അഴിച്ചിട്ടോണ്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ ഇരിക്കും. ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മുടി ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കെട്ടിവെച്ചുകൊണ്ട് പോകുന്ന പോലെ അല്ല. ഇറങ്ങിക്കഴിയുമ്പോൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ആപ്പാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ഫ്രിസ് കൺട്രോൾ ആയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ നല്ലൊരു ബെനിഫിറ്റ്. എന്തായാലും നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം. ഇങ്ങനെ ഹെയർ കളറൊക്കെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ആകുമ്പോൾ അറിയാം ഹെയർ എത്രത്തോളം ഡാമേജ് ആയിട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് ചകിരി പോലെ വന്നിട്ടുണ്ടാവും ഹെയർ കളർ ചെയ്ത ഭാഗത്ത്. പക്ഷേ ഇപ്പോഴില്ലേ ഇത് നല്ല വ്യത്യാസമുണ്ട്. യൂസാക്കി കഴിഞ്ഞിട്ട് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് പിടിക്കുമ്പോൾ തന്നെ അറിയാം. നല്ല സോഫ്റ്റ് ആയിട്ട് പിടിച്ചിട്ട് അതിലൊന്ന് പിടിച്ചു നോക്കി. എൻ്റെ വായിലല്ല, ഇത് കണ്ട ചകിരി പോലെ ആയിട്ടുണ്ട്. പക്ഷെ ഇതിൽ പിടിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് നല്ല ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് എൻ്റെ ഹെയർ കിടപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതേ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ച് യൂസാക്കിയത് കൊണ്ട് ഒരാളത് വാങ്ങിക്കാനായിട്ട് നിൽക്കുവാണ്. കുറച്ച് നാളായിട്ട് ഇത് വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് പിന്നെ ഞാൻ യൂസാക്കിയിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് അറിഞ്ഞിട്ട് എല്ലാവരെയും പോലെ തന്നെ ആസ് യൂഷ്വൽ അങ്ങനെ വാങ്ങിക്കാണ്ടിരിക്കുകയായിരുന്നു ശ്രീജ. കാരണം എങ്ങാനും കൊള്ളാത്ത സംഭവമാണെങ്കിൽ പൈസല്ലോ. അപ്പം ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ പർപ്പിളിൽ നിന്നാണ്. 225 രൂപയായിരുന്നു. അപ്പം എന്തായാലും നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ട്രയൽ പാക്കും ഉണ്ട് കേട്ടോ. അതിന് 90 രൂപയാണോ അത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ച് അപ്പോൾ ഫുള്ള് വാങ്ങിക്കുന്നതാണ് അല്ലേ ശ്രീജ. എന്തായാലും എൻ്റെ ഹെയർ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുത്ത ശ്രീജ ബാക്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒട്ടും ഇതില്ല, കട്ടയില്ല. സോഫ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹെയർ ഒരു സ്പാ കഴിഞ്ഞ പോലെ അല്ലേ. അപ്പോൾ ഒരു ഫുള്ള് ബോട്ടിൽ യൂസാക്കി കഴിഞ്ഞപ്പോഴേക്കും ഹെയറിൻ്റെ ആ ഒരു തിളക്കം കണ്ടോ. നല്ല തിളങ്ങി തന്നെ കിടപ്പുണ്ട്. നല്ല രീതിയിൽ ഭംഗിയായിട്ട് എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇഷ്ടമുള്ളവരൊക്കെ വാങ്ങി യൂസാക്കിക്കോ. നമ്മൾ യൂസാക്കിയിട്ട് നമുക്ക് നല്ലതെന്ന് തോന്നിയത് മാത്രമേ നമ്മൾ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും വിശ്വസിച്ച് വാങ്ങിക്കാം. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോസും നമ്മൾ പ്രൊമോഷനല്ല, നമ്മൾ യൂസ് ആക്കിയിട്ട് നമുക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അതിപ്പോൾ ലിപ്സ്റ്റിക് ആയാലും അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് ആയാലും എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ നല്ലതാണ്. ഹെൽത്ത് വൈസ് ഒക്കെ നമുക്ക് ഫേസിന് അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മെനക്കേട് കൊണ്ടിട്ടാണ് എല്ലാവരും ഇങ്ങനെ റെഡി മെയ്ഡായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് വാങ്ങിച്ചിട്ട് നല്ല ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനത് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.